ഹേ ഗൈസ്, ഇന്നാണ് കേട്ടോ നമ്മുടെ കോളേജിലെ ഓണം പ്രോഗ്രാം വരുന്നത്. അപ്പൊ രാവിലെ തന്നെ കെട്ടി ഒരുങ്ങിയിട്ട് നമ്മൾ കോളേജിലേക്ക് പോവാണ് ഹോസ്റ്റലിൽ നിന്ന്. ഗെറ്റ് റെഡി വിത്ത് മീന്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ എന്തായാലും പോയിട്ട് കാണുക കേട്ടോ. ഞങ്ങൾ മാറ്റി ഒരുങ്ങി താഴെത്തിയപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശിങ്കാരിമേളൊക്കെ അപ്പത്തേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശിങ്കാരിമേളന്റെ കുറച്ച് കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നെയിം റിവീലിംഗിന്റെ പരിപാടിയായി. അപ്പൊ ഇതാണ് ഞങ്ങളെ സ്വന്തം പ്രിൻസിപ്പള് സീനിയേഴ്സിന്റെ കളി കണ്ടിട്ട് നോക്കിക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ നെയിമെല്ലാം റിവീൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തലേ ദിവസം സെറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. നെയിം റിവീലിന് ശേഷം ഒരാഡംബരങ്ങളും ഇല്ലാണ്ട് നമ്മൾ സ്വന്തം മാവേലി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാവേലിക്ക് ഒരു സലാം കൊടുത്തതിന് ശേഷം ബാക്കി ശിങ്കാരിമേളയും കണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഞങ്ങള്. ഇന്ന് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ഒരു പ്രോഗ്രാംസും ഇല്ലേനു. ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒക്കെ തലേ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ പോപ്പറും പിടിച്ച് നിൽക്കുന്ന ഞങ്ങൾ സ്വന്തം മാഡംസ് ആണ് കേട്ടോ. ആർട്സ് കോളേജുകളിലെ പോലത്തെ പ്രോഗ്രാംസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് ഇത്ര പ്രോഗ്രാംസ് ഒക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ വീഡിയോ എടുത്ത് വെറുതെ നോക്കി നിന്നതിന് ഞങ്ങളെ സാറുമാരെല്ലാം കൂടി വിളിച്ച് വരുത്തുകയാണ് കേട്ടോ. നമ്മളെ സാറുമാരെന്തായാലും എല്ലാവരും അടിപൊളിയാണ്. എല്ലാവരും നല്ല വൈബുള്ള ആൾക്കാരാണ്. തലേ ദിവസത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കാലിന് ഒരു പണി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ കൂടെ ഇരുന്ന് തുള്ളാൻ പറ്റിയില്ല. അപ്പൊ ഇതാണേ നമ്മൾ തലേ ദിവസം ഇട്ടിട്ടുണ്ടെങ്കിൽ ഓണപ്പൂക്കളം നമ്മളെന്ന് പറയാൻ പറ്റൂല, ബോയ്സ് ആണ് ഇത് കൂടുതലും ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോഴത്തേക്കും മാവേലി വന്ന് മാവേലിന്റെ കൂടെ ഒരു ഫിച്ചക്കും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവര്. അതൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവിടെ കസാരക്കളി നടക്കുകയാണ്. അതിലേക്ക് നമ്മളെ സാറ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സീനിയേഴ്സ് വിളിച്ചു കൂട്ടി കൊണ്ടുവരുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ എല്ലാ സാറുമാരും ടീച്ചേഴ്സും കൂടി കൂടിയിട്ട് കസാരക്കളി എല്ലാം കളിച്ച് അതിൽ നിന്ന് എങ്ങനെങ്കിലും ഒഴിഞ്ഞു മാറാനുള്ള പണിയാണ് സാറ് നോക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ലൂയിസ് സാറിനെ തോൽപ്പിച്ച് ശ്രീകാന്ത് സാർ എന്തായാലും ജയിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അവിടെ തിരുവാതിര എല്ലാം തുടങ്ങിയിട്ടുണ്ട്. തിരുവാതിര എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി ശിങ്കാരിമേള ഉണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ കൂടെ എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ വേഗം ഫസ്റ്റ് ഇയേഴ്സിനെ വിളിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ കിട്ടുന്നു. അങ്ങനെ കുറെ നേരം വരി നിന്നതിന് ശേഷമാണ് ഞങ്ങൾ അകത്തേക്ക് കയറ്റിയത്. കയറി ചെന്ന പാട് റൈസ് ഒഴികെ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സദ്യക്കുള്ള എല്ലാ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു സദ്യ പേഴ്സൺ അല്ലാത്തതിനെ കൊണ്ട് തന്നെ എനിക്ക് ഇതിലുള്ള സാധനങ്ങളെ പേരൊന്നും മര്യാദക്ക് അറിഞ്ഞൂടാ. ഇതിലുള്ളത് കൂടാണ് നമുക്ക് പരിപ്പ്, നെയ്യ്, മോര്, രസം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടാണ്ട് നമുക്ക് ഒരു ശർക്കര പായസം ഉണ്ടായിരുന്നു. പപ്പടും പഴം എല്ലാം കുഴച്ച് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ അതില്ലാത്തതും. എന്തായാലും ഫുഡ് ഞങ്ങളെ കോളേജിൽ ഉണ്ടാക്കിയോണ്ട് പറയല്ല, എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിലെന്തൊക്കെയോ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ മുന്തിരി ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ എന്തോ സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്ര വലിയ സദ്യ പേഴ്സൺ അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനോടൊന്നും വലിയ ഇഷ്ടം തോന്നിയില്ല. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് തന്നപ്പോൾ നമ്മളെ പ്രിൻസി പൂക്കളത്തിന്റെ ഒപ്പം നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി നല്ല മാസമായിട്ട് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കൂടി നമ്മളെല്ലാരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഫോണത്തെ ചാർജ് തീർന്നേ.